Blessed and thankful. We are also blessed and thankful that our beloved Diocesan Metropolitan, Dr. Thomas Mariuanios, as well as Ebiachin, our Vice President, and our leaders, I believe both Sheena and Shini are on. And so we're thank both of them and all our leaders for being here with us this evening. And most importantly, I want to thank all our women, our sisters here who have taken time out of their busy schedules. I know uh, you are the reason our homes run smoothly. And so to take time out of your schedule and to be here, we are grateful to all of you. I want to thank, I want to, as Kochima mentioned earlier, if all of those who are able to please turn on your cameras so that we can all see your wonderful faces. And that way, also that when Ebi and gives his message, he's not just talking to a blank screen. And so that would be good for Achin as well. So if you're able to turn on your camera, that would be great. Again, so thank you everyone for being here today. I'm praying that it's been a blessed fast as well for all of you as we begin, or we are in the first week of the Nativity fast. At this time, we will have our song which will be led by St. Thomas Church. Welcoming Princey Samuel for the song. Hallelujah. Good evening, everyone. കൃപയേറും കർത്താവിലൻ വിശ്വാസം അതിനാൽ ഹൃദയന്തു നലാശ്വാസം ദുരിതങ്ങൾ നിറയുമി ഭൂവാസം കൃപയാൽ മനോഹരമായി കൃപയൊന്നേനാശ്രയമായി കൃപയൊന്നിൻ ആനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും ബലഹീനതയിൽ നല്ല ബലമേകും മരുഭൂമിയിൽ ആനന്ദ തണലാകും ഇരുൾ പാതയിൽ അനുദിനം ഒളി നൽകും കൃപയോന്നിനാശ്രയമായി കൃപയോന്നിനാശ്രയമായി കൃപയൊന്നിൻ ആനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും എൻ്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ ഘോരവൈരിയിൻ ബലമവൻ തകർത്തല്ലോ തൻ്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ സ്തോത്രഗീതം പാടിടും ഞാൻ കൃപയൊന്നിൻ ആശ്രയമായി കൃപയൊന്നിൻ ആനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും തവ ജീവനത്താത്മാവിനെന്മേലും കൃപയാ നടത്തുമെന്നെ കൃപയൊന്നിനാശ്രയമായി കൃപയൊന്നിൻ ആനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. Thank you. Thank you, Princey. Next is Bible reading by Binsu Matthew from St. Mary's Church. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 24 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ.
ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലിസബeth ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്തു ചെന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവൻ ആകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായകയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരത്തി എലിശബെത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞ്, അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസിയും, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൂതൻ അവളെ വിട്ടുപോയി. വായിക്കുമോ? താങ്ക് യു ബിൻസു. എനിക്ക് നമ്മുടെ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് പറയാൻ വിട്ടുപോയി. നമ്മുടെ ഇടയിൽ നിന്ന് 2 അമ്മച്ചിമാര്, 2 ആന്റിമാര് കഴിഞ്ഞ ആഴ്ച വേർപെട്ടു പോയി. അവര് MMVSലെ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആയിരുന്നു. ഈ മീറ്റിംഗില് അവരെ ഓർക്കുന്നു. അത് PC ജോർജ് അച്ഛന്റെ പള്ളിയിലെ 2 മെമ്പേഴ്സ് ആണ്. 2 ആന്റിമാരും ഒരേ ദിവസം ഒരു 40 മിനിറ്റിന്റെ വ്യത്യാസത്തിലാണ് മരണപ്പെട്ടത്. അവരെ നമ്മൾ ഓർക്കുന്നു ഈ സമയത്ത്. നെക്സ്റ്റ്. മരണകാലേ നിൻ കൃപയിൽ മരണമടഞ്ഞ ജീവാസുരമതുണർത്തി കബറിൻ Thank you, Tirumani. Now I welcome His Grace Thomas Maribanius to address this region's ladies who are attending this meeting. Okay, I think that program I saw that the word Shonachan is giving a welcome speech or something like that. Is that there? Jonathan. Something? I'm sorry, Gajama. Yeah, we just wanted to welcome Tirumani again for being here. Tirumani, I know we just mentioned just one or two, just a welcome to all our women in the Detroit area. Our main speaker, as we said, will be Abby Etchen this evening, but since Tirumani is here, it'd be just to hear a few words from you, Tirumani, please. Yeah, I think this program, there's a welcome speech. That's what I that one is, that's okay. Glory be to the Father, and to the Son, and to the Holy Spirit, one true God. Amen. Beloved Achans, my dear sisters in Christ, greetings to you all in the name of our Lord and our Savior Jesus Christ. I'm so happy, even though small region, or almost 39 participants are here. I know you are all working daytime and coming back and attending this meeting. I'm so happy to actually really grateful to each and every one of you, because your dedication, your commitment to the blessing of the church, blessing of everyone in our community. Actually, our beloved ABHN is going to say, he's preparing for today's message. So I'm not taking much time, even though this time of nativity season, or we are preparing ourselves to receive our Savior, Jesus Christ.
ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ആക്ച്വലി നൗ എ ഡേയ്സ് ദ റോൾ ഓഫ് മീഡിയ ഇൻ അവർ ലൈഫ് ഈസ് ആക്ച്വലി ദ മീഡിയ ഈസ് കൺട്രോളിങ് അവർ each and every one of us. What do you want to do, where to go, how to do, everything is controlling. And nowadays, all the aunties are here. In നമ്മളിപ്പം ഡിസ്കൗണ്ട് സെയിലൊക്കെ വരുന്നുണ്ട്. We are going to the shop and we are buying everything. Actually, we are not thinking ഇതെല്ലാം ആവശ്യമുള്ള കാര്യമാണോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ വി ആർ ബൈയിങ് എവറിഥിങ് ആൻഡ് വി ആർ കീപ്പിംഗ് എവറിഥിങ്. സ്റ്റോറേജ് എല്ലാം ഇനി ഫുള്ളായിരിക്കും കുറച്ച് ദിവസത്തേക്ക്. ഇനി ഒരു ഹോൾ ഇയറിലേക്കുള്ള സാധനങ്ങളെല്ലാം അവിടെ സ്റ്റഫ് കീപ്പ് ചെയ്യും. ദാറ്റ്സ് വാട്ട് that the power of the media nowadays in our life. That's okay. That's part of our worldly life. At the same time, the other side, we are who we are. During this time, the gospel is giving us a reminder who we are. We are Gabriel. What's the meaning of the word Gabriel? Man of God. Here I can say woman of God. ദൈവത്തിൻ്റെ മനുഷ്യരായി എന്തു ചെയ്യണം? സദ്വാർത്ത, ഗുഡ് ന്യൂസ് ടു others. When we are attending this meeting, when we are attending the church, we are attending these programs, everything, our vocation, our calling is to give good news to others, like the role of Gabriel. ഗബ്രിയേൽ കൊടുത്ത ആ സന്ദേശം പോലെ തന്നെ മറ്റുള്ളവർക്ക് സദ്വാർത്ത കൊടുക്കുക, ഗുഡ് ന്യൂസ് കൊടുക്കാൻ വേണ്ടി വിളിക്കപ്പെടുക. വി ആർ ഓൾ ഗബ്രിയേൽ. വി ആർ സെലിബ്രേറ്റിംഗ് Christmas and everything, but at the same we are forgetting, sometimes we are forgetting the role of each and every one of us. We are Gabriel. Meaning, woman of God or man of God. Then only we can say that God is my strength. The Gabriel is a Hebrew word. One meaning is man of God, another meaning is strength of God. Strength of God. ദൈവത്തിൻ്റെ ശക്തിയുള്ള മനുഷ്യരായി നമ്മൾ തീരുവാൻ കൊണ്ട് സാധിക്കും. അവിടെയാണ് 2 Corinthians chapter 3 verse 1 to 3 പറയുന്നുണ്ട്, യു ആർ ദ ലിവിങ് ലെറ്റേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. എന്താ ഗുഡ് ന്യൂസ് കൊടുക്കേണ്ടത്? ലിവിങ് ലെറ്റേഴ്സ്, ജീവനുള്ള പത്രങ്ങളായി, ജീവനുള്ള അക്ഷരങ്ങളായി മറ്റുള്ളവർക്ക് കാണപ്പെടണം. We have to hand over, we have to give, we have to transform that message to others. Living letters of Christ. Always we have to remember that. We are the living letters of Christ. We have so many messages we are transforming, we are giving to others through WhatsApp or Facebook, Instagram, so many other things are there. So living letters, hand over to others. Then only we can make this world bright and light. Peace and joy. എങ്കിൽ മാത്രമേ ക്രിസ്മസ് ആകത്തുള്ളൂ. ഈ ലിവിങ് ലെറ്റേഴ്സായി മാൻ ഓഫ് ഗോഡ്, വിമൻ ഓഫ് ഗോഡ് ആയി തീരുമ്പോഴാണ് ഈ ഗ്ലോറി ടു ഗോഡ് എന്ന് പറഞ്ഞ് നമ്മൾ പാട്ടൊക്കെ പാടാറുണ്ട്. ആ ജോയ് ആൻഡ് ഹാപ്പിനെസ് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു അനുഭവം നമുക്കുണ്ടാവണം. സോ others has to read the holy gospel through our life. We can give the holy Bible to them and read this holy Bible. Yeah, that's a good thing. But at the same time, others has to read from our life. The holy Bible, the holy word, the word of God. മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വേദപുസ്തകം വായിച്ച് മനസ്സിലാക്കാൻ കഴിയണം, വേദപുസ്തകത്തെ അറിയുവാൻ കഴിയണം. അതാ early centuries there was no Bible there. But from their life, the early Christian people, from their life, they read the life of Christ and the commandments of Christ. They followed that life and others joined the Christianity. And even though persecution was there, thousands of people are joining church every day, and because church grow all the part of the world. Nowadays, നമ്മളോട് തന്നെ നോക്കുക. Am I a Gabriel? Am I a letter of living letters of Christ? Am I a living example or a witness of Christ in my life? ഈ ക്രിസ്മസ് കാലം അനുഗ്രഹത്തിൻ്റെതായി തീരട്ടെ. പ്രിയ സഹോദരിമാരെ, അമ്മമാരെ, നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. എപ്പോഴും ഞാൻ എവിടെയും പറയാറുണ്ട്, നമ്മുടെ ആൻറ്റിമാരും അമ്മമാരുമാണ് നമ്മുടെ ഡയസിസിൻ്റെ പവർ. സോ യുവർ പവർ, നോട്ട് ഓൺലി ദി ഫിനാൻഷ്യൽ സപ്പോർട്ട്, അതല്ല നമ്മുടെ പവർ ഓഫ് പ്രെയർ, പ്രാർത്ഥനയുടെ ശക്തി, കണ്ണുനീരിൻ്റെ ശക്തി. നല്ല ഹന്നമാർ, നല്ല മേരിമാർ, നല്ല എലിസബത്തുമാർ നമുക്കുണ്ടാകുമ്പോൾ സഭ ശക്തിപ്പെടും, ഭവനം ശക്തിപ്പെടും, നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെ സ്നേഹത്തെ, ഈ കമ്മിറ്റ്മെൻറ്റിനെ കൃത്യമായിട്ട് ഓർക്കുന്നു. ബിലോഡ് അച്ഛൻസ്, എല്ലാ അച്ഛന്മാർ, ചെറിയ അച്ഛൻ ഒഴികെ ബാക്കി എല്ലാ അച്ഛന്മാരും ശമാശൻ നമ്മുടെ കൂടെയുണ്ട്. റീജിയണൽ കോർഡിനേറ്റേഴ്സ്, റീജിയണൽ സെക്രട്ടറീസ്, നമ്മുടെ ബിലോഡ് എബിഎച്ച്എൻ ഈസ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇതിൻ്റെ ഡയസിസിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ഈ സെർവിങ്
ആസ് എ വൈസ് പ്രസിഡന്റ്. സോ അച്ഛൻ്റെ മിനിസ്ട്രി നമ്മൾ കൃത്യമായിട്ട് അഭിനന്ദിക്കുന്നു. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണ്? October 8 to 10, 2026, October 8 to 10 is our diocesan മർത്തമറി സമാജം കോൺഫറൻസ്. ഇന്ന് തന്നെ അത് ഡയറിയെ ബ്ലോക്ക് ചെയ്യണം, ആ ഡേറ്റ് ബ്ലോക്ക് ചെയ്യണം. നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ലോസ് ആഞ്ചലസിൽ അവർ ഫാമിലി ഗെറ്റ് ടുഗദർ ദേർ. നേരത്തെ പ്ലാൻ ചെയ്ത് എല്ലാവരും ആ പ്രോഗ്രാമിന് വരുമെന്നൊക്കെ കൃത്യമായിട്ട് പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങണം. എല്ലാവരും അതിൻ്റെ കോൺഫറൻസിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും വരികയും ചെയ്യണം. ഇപ്പോഴേ അത് എല്ലാവരും പ്ലാൻ ചെയ്യണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ പ്രാർത്ഥന ആശംസകളും. നേരത്തെ തന്നെ ക്രിസ്മസ് വരുന്നേ ഉള്ളൂവെങ്കിൽ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ പുതുവത്സരത്തിൻ്റെ ഹാപ്പി ബ്ലെസ്സഡ് ക്രിസ്മസ് ആൻഡ് ബ്ലെസ്സഡ് ന്യൂ ഇയർ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അച്ഛൻ. താങ്ക് യു അച്ഛൻസ്. താങ്ക് യു ഓൾ. താങ്ക് യു മൈ. ഗോഡ് ബ്ലെസ് യു. Thank you so much, Tirurini, for that very powerful message. I think our women, hopefully you remember, I think, by God's grace, the message Tirurini gave of us being living letters of Christ is the same message we heard in our first meeting this year. Remember from when Shibuachin was our Lenten retreat. So to hear that at the beginning of the year and at the end of the year as we come toward the Christmas season, I think it's a great reminder for us. So thank you so much for Tirurini, especially during your busy schedule, being here with us and sharing your wisdom with all of us. At this time, I'd like to invite Reverend Father Ebi Abraham. As Tirurini mentioned, Ebiachin is the vice president of our diocese MMVS, and Ach has been faithfully serving in that role for several years now. He's been doing an excellent job. In addition to that, Achin is the vicar of St. Thomas Orthodox Church in Pompano Beach, Florida. And Achin has doing a wonderful job there as well. I've heard from many people how his ministry is very powerful. And so anyway, we just want to thank Achin out of the midst of your busy schedule, your family responsibilities and all the things that you have for being here with us today. At this time, I'd like to invite Achin to share some words with us during this time. Thank you, Shaunachan, for the kind words. അഭിവന്യ തിരുമേനി, വന്യ വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ശമാശൻ, കർത്താവിൽ സ്നേഹമുള്ള സഹോദരിമാരെ, മാതാക്കളെ, വളരെ സന്തോഷമുണ്ട് ഒരുമിച്ച് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ. അഭിവന്യ തിരുമേനി നമുക്ക് ആവശ്യമായ ഒരു സന്ദേശം തന്നു കഴിഞ്ഞു. I would like to supplement some, not a new one. I have just some points to supplement with what Tirumeni said. It's about witnessing Christ. ദൈവത്തെ സാക്ഷീകരിക്കുന്നത്. തിരുമേനി പറഞ്ഞു, can we become a Gabriel? That's an inspiring question, which questions ourselves. We should ask the question ourselves, am I a Gabriel or am I trying to become a Gabriel? ഇതൊരു വലിയ ചോദ്യമാണ്. സാധാരണഗതിയിൽ അമ്മമാരോട് പ്രസംഗിക്കുക, സംസാരിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താന്ന് ചോദിച്ചാൽ, they are more experienced than us. നിങ്ങളൊക്കെ അച്ഛന്മാരാണ്, കാര്യമൊക്കെ ശരിയാ. ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്, ഒരുപാട് സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. but it never overcomes experience. ഞാൻ അമ്മ എന്നുള്ളൊരു സങ്കല്പം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ എൻ്റെ വല്യമ്മച്ചെ എപ്പോഴും ഓർക്കാറുണ്ട്. ഞാൻ ചെറുതായിരിക്കുമ്പോൾ എൻ്റെ അമ്മച്ചിയുടെ അടുത്ത് പോകുന്ന സമയത്ത് തിരിച്ചു പോരുമ്പോൾ ഒരു രൂപയോ 2 രൂപയോ 5 രൂപയോ ഇങ്ങനെ ചുരുട്ടി തരുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ ഞാൻ ഈ പൈസ പോക്കറ്റിലിടും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് നോക്കുമ്പോൾ ഇതിനകത്ത് ജീരകത്തിൻ്റെയോ കടുകിൻ്റെയോ ഒക്കെ മണം ഉണ്ടാവും. അതെന്താന്ന് ചോദിച്ചാൽ, ഈ പാട്ടയ്ക്കകത്താ ഈ പൈസ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള പാട്ടയ്ക്കകത്താ.
അത് അവരുടെ ഒരു സൂക്ഷ്മതയുടെ സന്തോഷത്തിന്റെ ഒരു അനുഭവമാണ്. ഒരു ഗന്ധം, ആ മണം ഇപ്പോഴും മനസ്സിലുണ്ട്. ആ അമ്മച്ചിയുടെ മണം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ അവിടെ ചെല്ലണ്ട, ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കിപ്പോൾ ആ മണം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇതെന്താ തരുന്നത്? നമുക്ക് തരുന്ന ഒരു അനുഭവം എന്താ? നമ്മൾ കൊടുക്കുന്നത് ഹൃദയത്തിൽ നിന്നാണോ, ജീവിതമാണോ, ജീവിതത്തിൽ നിന്നാണോ? അതോ വെറുതെ ജീവിച്ച് മരിക്കുകയാണോ നമ്മൾ ചെയ്യുന്നത്? ഈ വർഷം നമ്മൾ മുഴുവൻ ചിന്തിച്ച ഒരു വിഷയം, വി ആർ ദ ലിവിങ് ലെറ്റേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ഞങ്ങൾ ജീവനുള്ള അക്ഷരങ്ങൾ, ജീവനുള്ള അക്ഷരങ്ങൾ. ഞാൻ ഈ വാക്ക് തിരഞ്ഞെടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഈ വർഷം ആദ്യം എന്ത് തിരഞ്ഞെടുക്കണം, ഈ വർഷത്തെ നമ്മുടെ തീം എന്തായിരിക്കണം എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ തിരുമേനിയോട് ചോദിച്ചു, തിരുമേനി ഈ ഒരു ചിന്ത നന്നായിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ തിരുമേനി പറഞ്ഞു നന്നായിരിക്കും എന്ന് പറഞ്ഞു. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യം വേദപുസ്തകത്തിലെ ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപാടുണ്ട്. അതിൽ ഞാൻ പ്രധാനമായും പലപ്പോഴും ചിന്തിക്കുന്ന ഒരു വാക്കാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും. ഉപ്പ് സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും പരിചയമുള്ള ഒരു കാര്യമാണ് ഉപ്പ്, അല്ലേ? ഉപ്പിന് 2 പ്രശ്നമുണ്ട്. എന്താ? ഇത് കുറഞ്ഞാലും കുഴപ്പമാണ്, കൂടിയാലും കുഴപ്പം. അതിനൊരു പാകമുണ്ട്. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതുണ്ടെന്ന് പോലും അറിയത്തില്ല. കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് എത്ര നല്ല സാധനമായാലും അത് കഴിക്കാനും പറ്റത്തില്ല. അതാണ് അതിന്റെ പ്രശ്നം. അതുകൊണ്ട് ഈ ഉപ്പ് നമ്മൾ രുചി വരുത്താൻ മാത്രം ഉപയോഗിക്കുന്ന സാധനമല്ല. ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഉപ്പിന്. ഒന്നാമത്തെ ഉപയോഗം, ഈ കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു സാധനമാണെന്നറിയാം ഉപ്പ്. കേടുകൂടാതെ നമ്മള് പഴയ വീടുകളിൽ, വലിയ വീടുകളിലൊക്കെ ഉപ്പുമാങ്ങാ ഭരണികളുണ്ട്. ഈ ഉപ്പുമാങ്ങാ ഭരണികളിൽ ഈ മാങ്ങ സൂക്ഷിച്ചു വെക്കുന്നത് എങ്ങനെയാ? ഉപ്പിട്ട സൂക്ഷിച്ചു വെക്കുന്നത്. കേടുകൂടാതെ ഇരിക്കും, കാലങ്ങളോളം കേടുകൂടാതെ ഇരിക്കും. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മളോട് അങ്ങനെ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ എവിടെ ആയിരിക്കുന്നുവോ അവിടം കേടുകൂടാതെ ഇരിക്കണം, ജീർണിക്കാതിരിക്കണം. നമ്മുടെ സാന്നിധ്യമുള്ളത് എവിടെയുണ്ടോ, wherever we have our own presence, നമ്മൾ ചിന്തിക്കണം അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകരുത്. നമ്മൾ കാരണം നമ്മുടെ ഭവനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? നമ്മൾ കാരണം നമ്മുടെ സമൂഹം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? നമ്മൾ കാരണം നമ്മുടെ ഇടവക നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? സ്വയം ഒന്ന് ചിന്തിക്കണം. ആർ വി ദ ലിവിങ് ലെറ്റേഴ്സ് ഓഫ് ക്രൈസ്റ്റ്? ഉപ്പായി മാറാൻ നമുക്ക് കഴിയുമോ? എവിടെ ജീർണതയുണ്ടോ അവിടെ ജീർണത ഇല്ലാതെയാക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അമ്മമാരുടെ ഏറ്റവും വലിയ ഉദ്ദേശം അതാണ്. നമ്മളെ വിളിച്ചിരിക്കുന്ന അതിനാ. ജസ്റ്റ് ആസ്ക് വൈ വി ആർ കോൾഡ്. നമ്മളെ എന്തിനാ വിളിച്ചിരിക്കുന്നത്? നമ്മളെ വിളിച്ചിരിക്കുന്നത് ഭൂമിയുടെ ഉപ്പാകാനാണ്. ഇതുപോലെയുള്ള ഇടങ്ങളിൽ നമ്മൾ ഉപ്പായി മാറാനാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അത് ചുരുക്കം ചിന്തിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. രണ്ടാമത്, ഉപ്പിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയാം? ഉപ്പൊരു മരുന്നാണ്. കേട്ടിട്ടുണ്ടോ ഉപ്പ് മരുന്നാണെന്ന്? അത് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, മലയാളത്തിൽ ഒരു പറച്ചിലുണ്ട്. എന്താണെന്നറിയാം? ചില ആളുകളെ കുറിച്ച് പറയുന്നതാണ്, നമ്മളെ കുറിച്ച് അല്ലെന്ന് നമ്മൾ അങ്ങ് വിചാരിക്കുക. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ കേട്ടിട്ടുണ്ട്. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ചൊല്ലുണ്ട്. എന്താ അത്? ഒരാളുടെ കൈ ഇങ്ങനെ മുറിഞ്ഞു മാറിയാൽ പോലും അതിനൊരു ഉപ്പ് പോലും കൊടുക്കാത്തവൻ എന്നാ അതിന്റെ അർത്ഥം. ദുഷ്ടൻ എന്നൊക്കെയാ പറയുന്നതിന്റെ അർത്ഥം. ഉപ്പ്
മരുന്നാകുമ്പോൾ നമ്മളും മരുന്നായി മാറണം. മറ്റുള്ളവരുടെ മുറിവുകളെ കെട്ടുന്നവരായി, അല്ലെങ്കിൽ മുറിവുകളെ കുറയ്ക്കുന്നവരായി, അതിനെ വലുതാക്കാതെ ഇരിക്കുന്നവരായി തീരുന്ന കഴിയും. Do we have a healing power with others? മറ്റുള്ളവരെ സൗഖ്യമാക്കാനാണോ നമുക്ക് കഴിയുന്നത്? അവരെ മുറിപ്പെടുത്താനാണോ നമുക്ക് കഴിയുന്നത്? നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും ഇതൊക്കെ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നുണ്ടോ, അതോ മറ്റുള്ളവരെ സൗഖ്യമാക്കുന്നുണ്ടോ? നമ്മുടെ വാക്കുകളൊക്കെ ചില സമയത്ത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ആശുപത്രികളിലൊക്കെ നമ്മൾ പോകുമ്പോഴേ, ഞാൻ ഈ പലരെയും കാണാറുണ്ട്. ആശുപത്രികളിൽ പോയി ഇങ്ങനെ രോഗികളെ കാണാനിരിക്കുന്ന സമയത്ത് ഈ മറ്റുള്ളവർ ആശുപത്രി വന്ന് മറ്റു ഈ രോഗികളോട് സംസാരിക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ നിന്നെങ്കിലുമൊക്കെ നമ്മൾ ഇച്ചിരി ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് അവിടെ കൊണ്ട് വെക്കും. അപ്പൊ കിടക്കുന്ന ആളിന് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ പനിയോ വല്ലതും ആയിരിക്കും. എന്നാലും ഈ വരുന്ന ആൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയോ? താടിക്ക് കൈയും കൊടുത്തിട്ട് അയാളുടെ മുഖത്തോട്ട് നോക്കി ഒരു 10 മിനിറ്റ് വെറുതെ അങ്ങ് നിൽക്കും. എന്നിട്ട് ഇങ്ങനെ തലയാട്ടും. അപ്പൊ കിടക്കുന്നവൻ വിചാരിക്കുന്നത് എന്താ? എൻ്റെ കാര്യം പോക്കാം, എനിക്കെന്തോ കാര്യമായ കുഴപ്പമുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു സപ്ലിമെന്റ് കൂടെ അവർ പറയും. എന്താണെന്നറിയാം? പോകാൻ നേരം പറയുന്നത് എന്താണെന്നറിയാം? കഴിഞ്ഞ ആഴ്ച ഇതുപോലൊരാൾ പനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, രാവിലെ ഭാര്യ എന്ന് വിളിച്ചപ്പോൾ അനക്കമില്ല, അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറയും. നമ്മൾ എന്തിനാ രോഗികളെ കാണാൻ പോകുന്നത്? അവരെ ആശ്വസിപ്പിക്കാനായിട്ട്. പക്ഷെ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പേ അവരെ അവിടുന്ന് ICUലോട്ട് മാറ്റും. നമ്മുടെ വാക്കുകൾക്ക് ഭയങ്കര പവറുള്ള സാധനം അല്ലേ? നമ്മുടെ വാക്കുകൾക്ക് ഭയങ്കര പവറാണ്. അത് ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഉപ്പ് പാകത്തിന് ഉപയോഗിക്കുന്നത് പോലെ അത് മറ്റുള്ളവരുടെ മുറിവുകളെ മുറിപ്പെടുത്താതെ അത് സൗഖ്യമാക്കുന്നത് പോലെ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മുടെ MMVS കൂടുമ്പോഴും ആളുകൾ തമ്മിൽ സംസാരിക്കുമ്പോഴും നമ്മൾ എന്താ സംസാരിക്കുന്നത്? നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചു കേട്ട വേദഭാഗം, കന്യകമറിയാം ബന്ധപ്പെട്ട എലിസബത്തിനെ കാണാനായിട്ട് പോയി. അവരുടെ സംസാരങ്ങൾ എന്തായിരുന്നു? നമ്മൾ രണ്ടാളുകൾ കാണുമ്പോൾ എന്താ സംസാരിക്കുന്നത്? ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഇതൊരു വലിയ ചോദ്യമല്ലേ? ക്ലയോപാവും മറ്റേ ആളും രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുമ്പോൾ കർത്താവ് അവരുടെ നടുക്ക് വന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? അവർ പറഞ്ഞു, നീ മാത്രം എന്താ അറിയാതെ പോയത്? ഞങ്ങൾ കർത്താവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്ക് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ആ സംസാരം ഉപ്പ് പോലെ പാകപ്പെടുത്തിയതാണോ? നമ്മുടെ വാക്ക് പ്രവൃത്തികൾ ഉപ്പ് പോലെ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന, സമാധാനം കൊടുക്കുന്ന, പാകപ്പെടുത്തിയ വാക്കുകളായി നാം ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് വിളിച്ച വിളി എന്തിനാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ട്. അതുകൊണ്ട് അമ്മമാർ ഒരുമിച്ച് കൂടുന്നിടത്തൊക്കെ ഉപ്പ് പോലെ ആയിത്തീരണം. അമ്മമാരുടെ അസാന്നിധ്യം ഒരുപാട് ഇടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അമ്മമാരുടെ അസാന്നിധ്യം, അമ്മമാരില്ലാതെ പോകുന്നത് അല്ലെ? മുടിയനായ പുത്രന്റെ ആ ഒരു ഉപമയിൽ നമ്മൾ കാണുന്ന ആ വീട്ടിലൊരു അമ്മ ഇല്ല എന്നൊരു കുറവ് നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറയുന്നത് പോലെ ഒരു അമ്മയുടെ കുറവ് എപ്പോഴും ഒരു കുറവാണ് അല്ലേ? നമ്മള് ഈ അമ്മമാര് ഈ കുറവുള്ളിടത്ത് അത് പരിഹരിക്കാനും, പ്രശ്നങ്ങളുള്ള ഇടങ്ങളിൽ അതൊക്കെ പരിഹരിക്കാനും ഒക്കെ കഴിയുന്നത് ഏറ്റവും നന്നായി അമ്മമാർക്കാണ് അല്ലേ? എൻ്റെ അമ്മ, ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ചില സമയത്ത് വീട്ടിൽ വിളിച്ച് എന്തെങ്കിലും പറയും, അമ്മയോട് പറയും, അമ്മ ഇന്ന് 3 പേര് ആഹാരം കഴിക്കാനുണ്ട്, അല്ലെങ്കിൽ 4 പേരുണ്ട് എന്ന് പറയുമ്പോൾ, വിളിച്ചു പറഞ്ഞിട്ട് പെട്ടെന്ന് ചെല്ലുമ്പോൾ കുറച്ചേ ഉള്ളെങ്കിൽ അത് വലിച്ചു നീട്ടാനുള്ള കഴിവ് ഈ അമ്മമാർക്കുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ചേർത്ത്
ഏറ്റവും നന്നായി പണം കൈകാര്യം ചെയ്യാൻ കഴിയുന്നതും കാര്യങ്ങൾ ഗൗരവത്തോടെ എടുക്കാൻ കഴിയുന്നതുമായ ഒരു വിഭാഗമാണ് അമ്മമാർ. സ്നേഹം കൊടുക്കാൻ മാത്രമല്ല, കാര്യങ്ങൾ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരും അങ്ങനെയാണ്, അല്ലേ? മക്കളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ആദ്യം വന്ന് ആരോടാ എന്തെങ്കിലും പ്രശ്നം, ഈ റിപ്പോർട്ട് കാർഡൊക്കെ ഒപ്പിടാൻ ആദ്യം പറയുന്നത് അപ്പനോടാണോ അമ്മയോടാണോ? അമ്മയോടാ പറയുന്നത്. അമ്മയാണ് അത് ചെന്ന് അവതരിപ്പിക്കുന്നത്, അല്ലേ? ഏതെങ്കിലും 2-3 വിഷയങ്ങൾക്ക് തോറ്റിട്ടായിരിക്കും ചേരുന്നത്, സ്കൂളിൽ നിന്ന് തോറ്റിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അമ്മ ചെന്ന് അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പന്റെ അടുത്ത്, അല്ലേ? പറയും, ഓ ഇന്നത്തെ കാലത്തെ ഈ പിള്ളേർക്കൊക്കെ പഠിക്കാൻ എന്തോ ഒരു പ്രയാസമാണ്, അതിന്റെ കൂടി അധ്യാപകരെല്ലാം പഠിപ്പിക്കുവോ? അതുമില്ല. മാത്രമാണോ അപ്പുറത്തെ അവൻ നന്നായി പഠിക്കുന്നൊരു പയ്യൻ, അവനും തോറ്റു, പിന്നാണോ നമ്മുടെ മോൻ? അപ്പോഴേ അതിന്റെ പകുതി പ്രശ്നം ഒഴിവായി. അപ്പൊ അത് അവതരിപ്പിക്കാനും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഒക്കെയുള്ള ഒരു കഴിവ് ദൈവം തമ്പുരാൻ നൽകിയിട്ടുള്ള ഒരു വിഭാഗമാണ് അമ്മമാര്, അപ്പന്മാരെക്കാൾ. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള അനുഭവങ്ങളെ ഓർക്കാൻ നമുക്ക് കഴിയുമോ? അതനുസരിച്ച് ഉപ്പായി മാറാൻ, അത് പാകപ്പെടുത്തി ക്രമപ്പെടുത്തി സന്തോഷം കൊടുക്കാൻ, സമാധാനം കൊടുക്കാൻ, അതനുസരിച്ച് നീങ്ങാൻ നമുക്ക് കഴിയും. നമ്മൾ ക്രിസ്മസിന്റെ ദിവസങ്ങളിൽ ബെത്ലഹേമിലേക്കുള്ള യാത്രയിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, അവിടെ എത്തുമ്പോൾ കർത്താവിനെ കണ്ട വിദ്വാൻമാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ വന്ന വഴിയായി ഒരിക്കലും മടങ്ങിപ്പോകരുത്, വന്ന വഴി മടങ്ങിപ്പോകരുത്. നമ്മൾ ഇതുവരെ വന്ന വഴി ഒന്ന് തിരിഞ്ഞു നോക്കണം. ആ വഴി തന്നെ പോകാൻ പറ്റുമോ? അതോ നമ്മുടെ വഴി ഒന്ന് മാറ്റിപ്പിടിക്കണം? സ്വയം ശോധനയും ഒക്കെ ഉണ്ടാവണം. ഈ നോമ്പിൽ, ഈ കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും പറയുന്നത് ഈ കാലം വളരെ കെട്ട കാലമാണെന്ന് പറയും, ഇല്ലേ? അമ്മച്ചിമാരൊക്കെ പറയുന്നത് ഈ കെട്ട കാലമാണ്. അതെങ്ങനെയാ നമുക്കൊന്ന് മാറ്റാൻ കഴിയുക? നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, പോകുന്ന വഴികളെക്കുറിച്ച് ഒരു ബോധ്യമുണ്ടായി, കൂടെയുള്ള ആളുകളെക്കുറിച്ച് ബോധ്യമുണ്ടായി, കൂട്ടിനുള്ളവരും കൂടാതെ പോയവരുമായ ആളുകളെക്കുറിച്ചുള്ളൊരു ചിന്തയുണ്ടായി, ഒരു സമൂഹമായി ചേരുമ്പോഴാണ് നമ്മളെല്ലാം അതിനർത്ഥമുണ്ടാക്കുന്നത്. അതുകൊണ്ട് MMVS നമ്മൾ ഒരുമിച്ച് ചേരുന്ന ഇടമാണ്. പല അരുവികൾ ഒരുമിച്ച് ചേർന്ന് അതൊരു ആറായി മാറി, ആറുകൾ ഒരുമിച്ച് ചേർന്ന ഒരു കടലിലേക്ക്, സമുദ്രമായി ഒരുമിച്ച് ചേരുന്നത് പോലെ നമ്മളെല്ലാവരുടെയും സംസ്കാരങ്ങളും ചിന്തകളും പ്രാർത്ഥനകളും അനുഭവങ്ങളും ഒരുമിച്ച് ചേരുന്ന ഒരു ഇടമായി ഈ MMVSന്റെ ഈ കൂട്ടം ആയിത്തീരുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ഉപ്പുപോലെ പാകപ്പെടുത്തിയ അനുഭവമായി, നന്മയായി നമ്മളെ വിളിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി, ഒരമ്മ ആരാണ്, ഒരു സഹോദരി ആരാണ് എന്ന് തിരിച്ചറിയാൻ, ആ ബന്ധത്തിൻ്റെ, ആ വിളിച്ചിരിക്കുന്ന സ്ഥാനത്തിൻ്റെ അനുഭവങ്ങളെ ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞ് നന്മകൾ കണ്ടെത്തുവാനും അത് പകർന്നു കൊടുക്കാനും, തലമുറകൾക്ക് പകർന്നു കൊടുക്കാനും ദൈവം നമ്മളെല്ലാവരും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അവസരത്തിനായി പ്രിയപ്പെട്ട അഭിവന്യ തിരുമേനിയോടും പ്രിയപ്പെട്ട ഷോണച്ചനോടും ലെനി കൊച്ചമ്മയോടും എല്ലാ വന്യ വൈദിക ശ്രേഷ്ഠരോടും MMVSന്റെ ഡിട്രോയിറ്റ് റീജിയനിലെ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. MMVSന്റെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന എല്ലാ സഹായവും, എല്ലാ കരുതലും, എല്ലാ താങ്ങലും, അതിനുള്ള നന്ദി പ്രത്യേകമായിട്ട് ഞാൻ അറിയിക്കുന്നു. ഞങ്ങളൊക്കെ ഇതിൻ്റെ ചുമതലയിലിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചെയ്യുന്നതെല്ലാം നിങ്ങളാണ്. നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നു ആ പ്രവർത്തനമാണ് MMVSന്റെ പ്രവർത്തനം. അതുകൊണ്ട് നിങ്ങൾ തരുന്ന ആ ഒരു സന്തോഷം, ആ ഒരു സമാധാനം, ആ ഒരു ദൈവകൃപ തുടർന്നും ഉണ്ടാകണം എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അഭിവന്യ തിരുവേനി ഓർമ്മിപ്പിച്ചതുപോലെ ഒക്ടോബറിൽ നടക്കുന്ന നമ്മുടെ MMVSന്റെ ആനുവൽ കോൺഫറൻസ് ലോസ് ആഞ്ചലസിൽ വെച്ചാണ് നടക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഇറ്റ് വിൽ ഫോളോ in the following months. So please block the date. എല്ലാവരും അതിൽ വന്ന് സംബന്ധിക്കാൻ, നേരത്തെ തന്നെ 1 വർഷം മുൻപ് തന്നെ നിങ്ങൾക്ക് ഡേറ്റും
സമയവും വെന്യൂവും ഒക്കെ തരുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങളെല്ലാവരും പ്രാർത്ഥനാപൂർവം അതിലേക്ക് വരണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you, Acha. ഉപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് സ്പിരിച്വലി പറഞ്ഞു തന്ന് how we can become the living letters of Christ എന്ന് അച്ഛൻ ഒരു പ്രാവശ്യം കൂടി ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. അതിന് താങ്ക്സ് പറയുന്നു അച്ഛനോട്. അതുപോലെ MMVS അച്ഛൻ ലീഡർഷിപ്പില് ഞങ്ങളും അച്ഛന്റെ പാത പിന്തുടർന്ന് അച്ഛൻ പറയുന്നത് ഒരു ലീഡർ പറയുന്നത് ഞങ്ങൾ ഫോളോ ചെയ്യുന്നു. ആ ലീഡർഷിപ്പിനെ അച്ഛനും ഷീനയ്ക്കും താങ്ക്സും പറയുന്നു. ഇനിയും നെക്സ്റ്റ് ഈ സെപ്റ്റംബറിൽ നടന്ന മീറ്റിംഗിന്റെ മിനിറ്റ്സ് I will be presenting that minutes. It's very short and I'll be presenting that minutes. Should I share the minutes or should I read it? Pachama, just share it. It's easier to follow. Okay. Hope you can see this. It was meeting minutes among this third regional conference of 2025. Dates Saturday, September 20th, 2025. Time 9 a.m. to 12 p.m. Venue St. Mary's Orthodox Church, Detroit. By the grace of God, the Midwest Detroit region of the Martha Mariam Vanitha Samajam successfully held its third regional meeting on Saturday, September 20th, 2025. The event was graciously hosted by St. Mary's Orthodox Church, Detroit from 9 a.m. to 12 p.m. The theme of the meeting was Peace Within Pressure. Clergy in attendance was Reverend Father Philip Jacob, Reverend Father Jerry John Matthew, and Reverend Father Sean Thomas. Program highlights. The meeting began with the third hour prayer, followed by an introduction by Reverend Father Sean Thomas and a warm welcome by Mrs. Binsu Matthew, Unit Secretary of St. Mary's Church. Ms. Maya Varghese from St. Mary's Church served as the MC of the event. Scripture reading was done by Mrs. Deepa Kochama of St. Gregorius Church, followed by a devotional song rendered by the entire group. Mrs. Veena John from St. Mary's Indian Orthodox Church introduced our speaker, Reverend Father Sean Thomas, who delivered a spiritually enriching message on theme Peace Within Pressure. Special thanks were extended to Reverend Father Sean Thomas for his powerful and insightful message. A short break followed the second session. After the break, attendees participated in a workshop conducted in 2 groups, during which 2 case studies were discussed. The interactive session was well received and appreciated by all participants. Business session. The business session began with the reading of the minutes from the second regional meeting by Mrs. Niti George. The minutes were proposed by Omna Zakaria and seconded by Rima Kurian. This was followed by announcements regarding the upcoming diocesan exam and the next regional conference, which will be held via Zoom on December 4th. Closing. Vote of thanks was delivered by Mrs. Mercy Pawar, Joint Secretary of St. Thomas Indian Orthodox Church. The meeting concluded with intercessory prayer, noon prayer, group photo session, and lunch. In good faith and humility, I submit these minutes for approval. Sincerely, Leni Shankarathil, Regional Secretary. Are there any corrections? Can someone propose it? I will do, Pachama. Me too, Pachama. Niti proposed and seconded by Veena. Shonachan had some 2 corrections, grammar correction and
comma correction. I'll do that. Okay. And next is very exciting. I'm excited, and it's very exciting for everyone. And our next regional secretary for 2026 is from St. Thomas Church, Chindu Rajan. I'm very excited to announce her, and giving a warm welcome as a leader of our region. I'm inviting Shonachan to give a few words. I just want to say congratulations to Chindu as well. It was a name that we heard from many people suggested. Chindu, when she takes up a task, she does it extremely well and with a lot of determination as well as a lot of creativity. And so we're so thankful, Chindu, that you've accepted this role. One of the things we like to remind all our leaders is that you're never alone, right? ഇത് തന്നെ ചെയ്യുന്ന ഒരു കാര്യമല്ല. നമ്മൾ എല്ലാവരും ഒന്നിച്ചാ ചെയ്യുന്നത്. So remember that we are with you, Chindu, that all of us here, all our women in our region, as well as all our Achins and Chamachin and all and everyone here, we're here to support you in whatever way we can. Moving forward in the upcoming year. But we thank you so much, and we ask that God bless you for your efforts and the task you've been given for the year ahead. We'd like Chindu, if you'd like to share any words at this time. Thank you, Achin. Thank you so much. I know I've started sharing my screen, but unfortunately I'm driving, so I'm gonna go back to not sharing my video. It's dark. There's no point. Thank you, Achin. Thank you for those words. This is my first time, so yes, I'll appreciate all the help that I can get in the prayers. Everybody's prayers are required also. Thank you. You have it. Don't worry about that. It's a great calling. Thank you for accepting that role. Thank you, Gajama. Chindu Rajan is the new secretary. Yes, regional secretary. Chindu drive അത് തിരുമേനി ഞാൻ ഡ്രൈവ് ചെയ്യാതാ ഞാൻ ക്യാമറ സ്വിച്ച് ഓൺ ചെയ്തിട്ടും കാര്യമല്ല, ഫുള്ളി ഇരുട്ടത്താ, എന്നെ കാണത്തില്ല. തിരുമേനിയുടെ ഇത് മ്യൂട്ടാ, പറഞ്ഞ കേട്ടില്ല. നെക്സ്റ്റ് ഇയറിലെ 10 വർഷമായി തന്നെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവാ. ന്യൂ റെസ്പോൺസ്. Okay. Thank you, Tirumeni. And I invite our diocesan leader, Shini Lijokarian, to give a felicitation. Is Shini here? ഞാനുണ്ട്. Okay, yeah. Shini. Glory be to the Father, and to the Son, and to the Holy Spirit. His Grace, Evanios Tirumeni, respected Achins, Shemashin, Kochamas, unit secretaries, and all our mothers and sisters who have joined today. I can say it was indeed a blessed evening, a blessed hour that we had together this evening. Even though it was a busy day for most of you all, you chose to log in and hear the word of God, prioritizing God than anything else. And today you have given the most precious time that you had today to God. And this is the true witness that we should all have. And I earnestly pray that may we all be true witnesses of the living God, true witnesses of his peace, his joy, his way, that അത് എല്ലാവർക്കും, നമ്മുടെ അടുത്തുള്ള എല്ലാവർക്കും അത് പകരട്ടെ എന്ന് പ്രാർത്ഥനയോടെ നമ്മൾ മുന്നോട്ട് പോകണം. As Eviachan said, we should truly be the salt of this world, if not to all mankind, at least to the people around us, to our families, to our church members, to our sisters around us.
let us be truly, invoking the saltiness in us. And I prayerfully thank Detroit region for remembering us. Thank you, Shaunacha. Thank you, Lini Kochima. And I extend our prayers on behalf of DSW. I extend our prayers and wishes to everyone in the Detroit region. And I just want to add, just as Tirumeni and Aviation mentioned, we know that now we know that we have our annual conference next year. We know the date, so kindly go ahead and block your dates. And all of y'all, I urge all the Achins and everybody who has joined here to spread the word and bring everyone along with you all to the conference next year. And on behalf of DSWA, Chindu, congratulations for being the new regional secretary, and we are looking forward to work with you in the coming year. Thank you so much, everyone. Thank you, Sydney. Sheena couldn't join as she had an evening prayer at her church. She always attend the evening prayer at her own church. So she said she's unable to attend. So she's serving as the diocesan treasurer. And now I invite Niti George to lead the Q&A session. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ അറേഞ്ച് ചെയ്തു. കാരണം എല്ലാ മീറ്റിംഗിലും ചിലർക്ക് നേരിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ മടിയുണ്ടായിരിക്കും. So we collected some questions from our members from among the three churches and thought of asking in this platform. As Tirumeni, Serbia, and our Achins are also here. Biachin, Sean Achin, Philip Achin, PC George Achin, Shamashin is also here. And also the diocesan leaders, Shini and Sheena is here. So we thought of asking that, doing that Q&A session in this meeting. So I invite Niti to lead the Q&A. Yeah. കേൾക്കാവോ കൊച്ചമ്മ? Yes. Yeah. So കൊച്ചമ്മ പറഞ്ഞ പോലെ നമ്മുടെ ഈ വർഷം നമ്മളൊരു Q&A സെക്ഷൻ വെക്കാമെന്ന് വിചാരിച്ചു. തിരുമേനി അച്ഛന്മാരും ഒക്കെ പ്രസന്റ് ആയിരുന്നപ്പം സോ മെമ്പേഴ്സിന് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ വി കളക്റ്റഡ് ഒരു 5 ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്. സോ വിത്ത് യുവർ പെർമിഷൻ തിരുമേനി ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. So the first question, we ask the Holy Saint to intercede for us. For the ordinary faithful departed, our parents, siblings, or friends who may not be officially canonized saint. So, do they continue to pray for us, the living, and how does this mutual prayer sustain us, helping by prayers for the departed and us on earth in Orthodox faith? At the same time, Lini Kochima share ചെയ്തിട്ടുണ്ട് questions. ഞാനാണ് ആൻസർ ചെയ്യുന്നതോ അച്ഛന്മാർ ആൻസർ ചെയ്യുന്നോ? ഞാൻ പറഞ്ഞാൽ മതിയോ? തിരുമേനി പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും വി ആർ ഓൾ സെയിൻസ്. ഇൻ ബൈബിൾ വി ആർ ഓൾ സെയിൻസ് ആൻഡ് വി ആർ ഓൾ സെയിൻസ്. വിശുദ്ധരെന്ന ദിവസം നമ്മളെ എല്ലാം പറയുന്നത്. ഡെഫിനറ്റ്ലി കാനനൈസ്ഡ് സെയിൻസ് അല്ലാതെ ഡെഫിനറ്റ്ലി വി ഡു ഹാവ് അവർ പേരൻസ്, സിബ്ലിങ്സ്, ഫ്രണ്ട്സ്, ദേ ഓൾ ഡു പ്രേ ഫോർ അസ് ഇൻ ദെയർ ഇറ്റേണൽ ഹോം. തീർച്ചയായിട്ടും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു കാനനൈസ്ഡ് സെയിൻസ് ഒന്നും അല്ലായിരിക്കും. കാനനൈസ്ഡ് എന്ന് പറഞ്ഞാൽ തിങ്ങീസിനോ അതൊരു പ്രോസസ്സ് എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവസേന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ ഇപ്പം നമ്മൾ വേദപുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഇപ്പം ആക്ച്വലി 2000 years വി ആർ ആസ് എൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് സ്റ്റിൽ ഈ ഇൻ്റർസെഷൻ ഓഫ് സെയിൻസ് ഇതൊക്കെ നമുക്ക് ചർച്ച് ഫാദേഴ്സ് നമുക്ക് തന്ന ഫെയ്ത്താണ്, പ്രാക്ടീസസാണ്. സ്റ്റിൽ ദേ ആർ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ആൻഡ് വെൻ വി ആർ റീഡിങ് ദാറ്റ് മോശയും അഹറോനും ഒക്കെ വന്ന് സംസാരിച്ചതായിട്ടൊക്കെ നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. അതേസമയം തന്നെ
our Devasan will in Revelation, when you are reading the book of Revelation, they are the living presence in the presence of God. And then definitely they are praying or intercession for us, and we are praying for them when they are in this world. Anything, no, through deed or action or anything they happen in their life, we are praying for them and they are praying for us. Definitely intercession is there, but at the same time, remember that our parents, our siblings, even though they are not canonized, they are praying for us. Is that clear or need more clarification? Is that okay? Yeah. Any comments on the next question? Yeah, so the next question, Dirumeni, we constantly pray for our departed loved ones and commemorate them in the Holy Kurbana. So if the soul has already left the body and is in the God's presence, how do our prayers and intercession today actually benefit or change their condition in the Orthodox faith? Okay. Yeah. നമ്മൾ ഈ ലിവിങ് ആൻഡ് ദ ഡിപ്പാർട്ടഡ് നമ്മൾ രണ്ട് ഇതായിട്ടാണ് കാണുന്നത്. നമ്മൾ ഈ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് വഴി ദേ ആർ ഇൻ ദാറ്റ് ഗ്രൂപ്പ്. അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അതിൻ്റെ ഈ എന്നാ പറയുന്നത് സെപ്പറേഷൻ അല്ലെങ്കിൽ എന്നാ പഠിച്ചാറ്റ് ഈ ജഡ്ജ്മെന്റ് ടൈം വഴി ദേ ആർ വിത്ത് അസ്. അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ദേ ആർ വിത്ത് ക്രൈസ്റ്റ് ഓർ വിത്ത് ഗാഡ്. സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദാറ്റ്സ് വാട്ട് നമ്മൾ പറയുന്നല്ലേ, ദ ഡെത്ത്, ജഡ്ജ്മെന്റ്, ഹെവൻ ഓർ ഹെൽ. that is happening in the second coming of Jesus Christ. കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ അത് സംഭവിക്കുന്നു. അതുവരെ they are waiting for the judgment or the ന്യായവിധിക്കായി കാത്തിരിക്കുന്ന ഒരു സമൂഹമായിട്ട് തന്നെ നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവത്തിന് പ്രാർത്ഥിക്കുക. When they are in this world, even if they do anything against the will of God, forgive them. അത് നമ്മുടെ ഇപ്പോഴത്തെ ഫെയ്ത്തിലല്ല, ഓർത്തഡോക്സ് ഫെയ്ത്തിലല്ല. when we are reading the Holy Bible, read the Paul, അവരുടെ പഴയ ഒത്തിരി പ്രാക്ടീസസ് ഉണ്ടായിരുന്നു. മുടി കട്ട് ചെയ്യുക, മുടി ക്ഷവരം ചെയ്യുക, ഡിപ്പാർട്ടഡ് സോഴ്സിന് വേണ്ടി നമ്മൾ ഫോറസിനെ കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി ഇത് കേട്ടിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസസ് ഉണ്ട്. നമ്മൾ അവരുടെ രണ്ടാമത്തെ വരവ് വരെ നമ്മൾ ഒന്നിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. രണ്ടാമത്തെ വരവ് വരെ തുടരുന്ന ഒരു കാര്യം. കർത്താവിന് രണ്ടാമത്തെ വരവിന് വേണ്ടി വി ആർ വെയിറ്റിംഗ് ഫോർ ഹിം. ആ രണ്ടാമത്തെ വരവ് വരെ ദേ ആർ ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. അവരവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മുടെ വി ആർ ഓൾ ഹ്യൂമൻ ബീയിങ്സ്, എനിത്തിങ് ഹാപ്പൻ ഇൻ ദെയർ ലൈഫ്, ജീവിതം വിശുദ്ധ കുർബാനയും നമ്മളെ ഓർക്കുന്നു. കാരണം രണ്ടാമത്തെ വരവ് കർത്താവിൻ്റെ കർത്താവിൻ്റെ ആ വലിയ ഫീസ്റ്റിന് വേണ്ടി വി ആർ വെയിറ്റിംഗ് ഫോർ the second coming of Christ. We are participating in the feast of peace with Jesus Christ. കർത്താവിനോട് കൂടെയുള്ള വിരുന്നിന് ഒരുങ്ങുന്നവരാ. രണ്ടാമത്തെ വരവ് വരുമ്പോഴത്തേക്കും കർത്താവിനോട് ചേരുവാൻ, അത് ആ സമയം വരെ നമ്മൾ പ്രാർത്ഥിക്കുക, പരസ്പരം പ്രാർത്ഥിക്കുക. അവർക്ക് എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ വിശുദ്ധ കുർബാനയിൽ അവരുടെ പേരുകൾ ഓർക്കുക. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അച്ഛന്മാർക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ വി ക്യാൻ ആഡ് ദാറ്റ്, ആഡ് ചെയ്യാം കേട്ടോ. നത്തിങ് ഈസ്, ഇതാണ് നമ്മുടെ ഫെയ്ത്ത്. ഇതാണ് രണ്ടാമത്തെ വരവ് വരെ അവർ വെയിറ്റിംഗ് ഫോർ ദി ജഡ്ജ്മെന്റ്, രണ്ടാമത്തെ ന്യായവിധിക്കായി കാത്തിരിക്കുന്നു. അതുവരെ നമ്മളെല്ലാവരും ജീവനോടെ കർത്താവിൻ്റെ സന്നിധിയിലുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വരയിൽ ന്യായവിധിക്ക് വരുമ്പം കർത്താവ് അവരോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ദൈവസന്നിധിയിലായിരിക്കുന്നു, അവരവിടുന്ന് വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതാണ് നമ്മുടെ ഫെയ്ത്ത്, ഓർത്തഡോക്സ് ഫെയ്ത്ത്. ഒത്തിരി കാര്യങ്ങൾ പറയാൻ ഇതെല്ലാം കൂടെ പറഞ്ഞ് ഒത്തിരി ടൈം എടുക്കും. സിമ്പിളായിട്ട് മെയിൻ ഇതാണ്. ക്ലാരിഫിക്കേഷൻ മോർ ആവശ്യമുണ്ടെങ്കിൽ ഇനി കമൻസ് അച്ഛന്മാരാർക്കെങ്കിലും കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ ആഡ് ഇറ്റ് മോർ. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. എന്തെങ്കിലും ഉണ്ട്, ക്ലാരിഫിക്കേഷൻ വേണോ? ആരാ ചോദിച്ചേക്കുന്നുള്ള പറയാൻ പറ്റി? ഇല്ല തിരുമേനി, നമ്മൾ 3 പള്ളിയിൽ നിന്ന് നമ്മളൊരു 5 ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചേക്കുവായിരുന്നു. ഇതെല്ലാം 2000 വർഷമായിട്ട് നമ്മൾ ഇത് സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. 2000 years we are still asking question.
we're getting Tiruvani. I mean, it is I think the struggle of all of our parishes. We have these, very frankly, we have groups and people who are from outside our church. Then when they see their friends who are in these other groups, ഈ ചോദ്യങ്ങൾ അവർ കേൾക്കും. നമ്മുടെ ആൾക്കാർക്ക് അത് ഡൗട്ട് ആയിട്ട് ഇവിടെ പള്ളിയിൽ വരും, so I think that's a lot of our struggle, right? But I really പറഞ്ഞ ശരിയാ, we have to be very strong in our faith. നമ്മ അറിയണം, നമ്മ എന്തോ വിശ്വാസത്തിൽ നമ്മ അറിയണം. So, yeah, thank you, Tiruvani. I would just add very quickly, I always think about not the parable. We hear it during our Villanova Samyam നമ്മ കേൾക്കുന്ന the paralytic man in the story, right? When it's these four men bring their friend before Jesus. Even in that situation, in this question, we say the soul is with Christ. Why are we praying? In that situation, the body and the soul was directly in front of God, in front of the Son of God. And what the Bible says, what the gospel says, is that Christ saw their faith. ഈ paralytic man to vishwas alla, right? The faith of the men who brought him. And so our faith and he says then, your sins are forgiven because of the faith of these men. So, our faith has an effect on others, as Tiruvani mentioned. Yeah. Definitely we have to remember one thing. ചർച്ചിലുള്ളതാണ് ബൈബിള്. ഈ ബൈബിൾ ഉണ്ടാകുന്നതിന് മുന്നേ ഉണ്ടതാണ് ചർച്ച്. അപ്പോൾ ചർച്ചിൻ്റെ ഫെയ്ത്ത് തുടങ്ങിയത് ബൈബിൾ ഉണ്ടായതിനു ശേഷമല്ല. എവരിതിങ് നമുക്ക് ബൈബിളിനെ ബേസ് ചെയ്യാൻ ഒക്കത്തില്ല. നമ്മുടെ ഫെയ്ത്ത് കണ്ടിന്യൂ ചെയ്യുന്നത് ഏർലി സെഞ്ചുറി ഓൺവേർഡ്സ്. ഇപ്പോൾ സെൻറ്റ് മേരിയുടെ പേരിൽ പള്ളികൾ ഉണ്ടാക്കിയിരിക്കുന്ന ഇൻറ്റർസെഷൻ ഓഫ് സെയിൻസ് നമ്മളെല്ലാം ഉണ്ടാക്കിയത്. സെൻറ്റ് തോമസ് കെയിം ഹിയർ ആൻഡ് 7.5 ചർച്ചസ് എല്ലാം നോക്കിക്കുകയോ എല്ലാം സെൻറ്റ് മേരിയുടെ പേരില്ല. സെൻറ്റ് തോമസ് സ്റ്റാർട്ടഡ് ദ ഹോളി ചർച്ച് ഇൻ ഇന്ത്യ, 7.5 ചർച്ചസ് ഇൻ ദ നെയിം ഓഫ് സെൻറ്റ് മേരി. അന്ന് മുതലേ നമ്മളിതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഫെയ്ത്താണ്. അതിന് 16th century onwards, a group of people asking some of the questions based on the Holy Bible. Holy Bible ചർച്ചിലുണ്ടായതാണ്. അതാണ് നമ്മൾ ബേസ്ഡ് ആയിട്ട് ഓർത്തഡോക്സ് ഫെയ്ത്ത്. What is orthodox means? Right faith. We are practicing the faith from early century onwards, the same faith we are continuing. അതാണ് ഓർക്കേണ്ടത്. ഇടയ്ക്ക് വന്നു വെച്ചാൽ ഇങ്ങനെ എവിടെ പറയുന്ന ആൾക്കാരുടെ കേട്ടോണ്ട് നമ്മൾ മാറരുത്. നമുക്ക് ഒരു ഫെയ്ത്ത്, തറോ ഫെയ്ത്ത് ഉണ്ട്. ഏർലി സെഞ്ചുറി ഓൺവേർഡ്സ് വി ആർ കണ്ടിന്യൂയിങ് ദ സെയിം ഫെയ്ത്ത് നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വി ക്യാൻ ഗോ. Okay. So the next one, what type of spiritual program or MMES function could inspire more members to join our MMES group, or how to build the fellowship faith through MMES? This one definitely you have to answer. Yeah. Maybe Shini is the പറയുന്നതായിരിക്കുന്നതാണ്. നമുക്കൊരു മ്യൂസിക് ഇൻസെർട്ട് ഒക്കെ വെച്ചാൽ. This is a very good question, which I think the answer should not come from one mouth. It's a collective thing. It's a collective thing. Each and every one should work behind this one. It's not because of Tiruvani. It's not because of me. It's not because of Shini and Sheena or Leni Kochama who led the MMBS in the past years. Is the answer we should find in our church. I can give an example. When I came to my church in Pompano Beach, there were 10 old ladies. That means I doesn't sideline them. പലപ്പോഴും കൂടുന്ന ഒന്നായിരുന്നു MMBS എന്ന് പറയുന്നു. മാസത്തിൽ ഒന്നോ ഒക്കെ ഇങ്ങനെ കൂടുന്ന ഒരു രീതിയായിരുന്നു. I just picked some young ladies and said, you have to be part. അന്ന് വരെ അവർക്ക് അറിയത്തില്ല ഞങ്ങൾ MMBSന്റെ ഭാഗമാകണം എന്ന് അവർക്ക് അറിയാൻ പാടില്ല. അവരെ കൂടെ ഞാൻ ചേർത്ത് ഞാൻ പറഞ്ഞു, the MMBS is yours too. They always say it's for the old ladies. No. അങ്ങനെ ഒരു പ്രായമായ കുറെ ആളുകളുടെ കൂട്ടമായിട്ട് നമ്മൾ അതിനെ കാണുകയില്ല. They are leaders. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ they have experience. അവരുടെ എക്സ്പീരിയൻസ് അടുത്ത ജനറേഷന് പകർന്നു കൊടുക്കുമ്പോഴാണ് ഇതുണ്ടാവുന്നത്. അത് നമ്മൾ ഒരുമിച്ച് ഒരു ഇടവകയിൽ ഒരുപാട്
കാര്യങ്ങൾ. അപ്പം എല്ലാവർക്കും ചേരുന്ന പ്രോഗ്രാംസ്, എല്ലാവർക്കും ഒരുപോലെ മുമ്പോട്ട് കൊണ്ടുപോകാവുന്ന കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഒരേ ചിന്തയോടെ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകാൻ കഴിയും. എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത്. അത് 1-2 അച്ഛന്മാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു, അത് അതുപോലെ ചെയ്തു. അങ്ങനെ എല്ലാവരെയും കൂടെ ചേർത്ത് പോകാനുള്ള ഒരു സംവിധാനമായിട്ട് MMVS പോകുന്നെങ്കിൽ that will be a great decision and that will make MMVS great, I think so. ഞാൻ എൻ്റെ ഒരു വശം മാത്രമാണ് പറഞ്ഞത്. ബാക്കി ഉള്ള ഒരുപാട് ആശയങ്ങളും ചിന്തകളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. If you can share something that will make the MMVS a catalyst, that may be a catalyst to move forward. ബേസിക് ആയിട്ട് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ലവ് വൺ അനദർ, റെസ്പെക്ട് ഈച്ച് അതർ. നമ്മൾ ഇതിനകത്ത് ഈ സ്പിരിച്വൽ കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മളിവിടെ ഇരിക്കുന്ന 40 ഓൾമോസ്റ്റ് 43% members here, out of that maybe very few are Achans are here, but no, നമ്മൾ ഇതിനകത്ത് ചില ഇഷ്യൂസൊക്കെ വരുമ്പോഴാണ് അതിനകത്ത് ഒരു വിഷയം അത് വരുന്നത്. രണ്ടൊരു നമുക്ക് പരസ്പരം ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകുവാണെങ്കിൽ അതിനകത്ത് ഒന്നാമത് പിന്നെ ഒരു ഷെയറിങ് ആൻഡ് കെയറിങ് ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാകണം. ഞാനിവിടെ അതിനകത്ത് പോയ അതിനകത്ത് അവരെ ഒരു പ്രയാസം ഇരിക്കുന്ന ഒരാളെ കരുതുവാനും നിങ്ങൾ ചെയ്യുന്നില്ല അർത്ഥത്തിലല്ല കേട്ടോ, നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കുറച്ചുകൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക നല്ലതാണ്. പിന്നെ ഇന്നിപ്പോൾ ഞാൻ വായിക്കുകയായിരുന്നു, ഈ സ്റ്റാർ ആകാൻ നോക്കുന്നതിന് പകരം ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കുന്ന ഒരു സ്റ്റാറായി മാറുക. നമ്മളെല്ലാം താരങ്ങളാകാൻ ഉള്ള ശ്രമമുണ്ട്. ഇവിടെ പള്ളികളൊക്കെ ആണെങ്കിലും താരങ്ങളാവുക, സ്റ്റാറായി മാറുക. ഞാനാ ഇതെല്ലാം ചെയ്തത്. നമ്മളൊന്നും ചെയ്തില്ല. ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കാനുള്ള നമ്മുടെ ഒരു ശ്രമമായിട്ട് ഇത് മാറ്റുമ്പോൾ മറ്റുള്ളവരും ക്രിസ്തുവിലേക്ക് വരും. നമ്മൾ ഓരോരുത്തരും അവർ മിഷൻ ഓർ മിനിസ്ട്രി, അവർ വൊക്കേഷൻ, അവർ കോളിംഗ്, അവർ റെസ്പോൺസിബിലിറ്റി ടു ഷോ അതേഴ്സ് ദ ലിവിങ് ക്രൈസ്റ്റ്. നമ്മുടെ ആൾക്കാരൊക്കെ ഒത്തിരി പ്രയാസത്തിലൊക്കെ ഇരിക്കുന്നവരാണ്. അവരെയൊക്കെ നമുക്ക് യേശുവിലേക്ക് കൊണ്ടുവരാൻ തക്കൊണ്ട് സാധിക്കുന്ന ഒരു മിനിസ്ട്രി അവിടെയാ. ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് പറയുന്നത് നമ്മുടെ സ്പൊക്കാൻ മിഷനാണ്. ആക്ച്വലി നിങ്ങൾക്ക് ടൈം കിട്ടുവാണെങ്കിൽ ഇഫ് യു ഗോ ദേർ, Ethiopian, Eritrean, Pakistan, Bangladeshi, they do not know anything about anything in English or anything, liturgy. They have no idea. But there is love there, a sharing there. If you're hungry, they are ready to feed. If you're sad, they are ready to be with you. I am with you. ആ ഒരു ഫീലിങ്ങും കമ്പാഷനും ഒരു കൺസേണും ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മോർ ആൾക്കാർ വരും. അതോടൊപ്പം തന്നെ നമ്മളിവരെ കുറച്ച് ആൾക്കാർക്ക് അവരുടേതായ ഫാമിലി ഇഷ്യൂ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, നമ്മളവരെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് അതിനകത്ത് നമ്മൾ എന്തൊക്കെ പ്രോഗ്രാം ചെയ്യാമെന്ന് നിങ്ങൾ തന്നെ പറയുക, എന്നിട്ട് നിങ്ങൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പള്ളികളിൽ അതാത് പള്ളി നമുക്ക് ഇങ്ങനെ ചെയ്യാം, കുറച്ച് പേരുടെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അങ്ങനെ ചെയ്താൽ ഇതിനകത്ത് ഇപ്പോൾ ഒരു സീനിയേഴ്സ് കൺസെപ്റ്റ് ഉണ്ട്, മിഡിൽ ഏജ് കൺസെപ്റ്റ് ഉണ്ട്, ജൂനിയർ കൺസെപ്റ്റ് ഉണ്ട്, അവരോട് അങ്ങനെ ഞാൻ പോയിരിക്കുന്നത്, അങ്ങനെ പല ഇഷ്യൂസ് ഇതിനകത്തുണ്ട്. അതെല്ലാം ഒന്ന് മാറ്റിയെടുക്കാൻ എവരിബഡി ക്യാൻ. നമ്മുടെ ഇത് അമ്മമാരാണ്, ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് us. നമ്മൾ വി ആർ ഓൾ മദേഴ്സ്. അത് സീനിയറും ജൂനിയറും മിഡിൽ ഏജ് ഒന്നും വേണ്ട. വി ആർ ഓൾ മദേഴ്സ്, കം ടുഗദർ. വി ആർ തിങ്കിങ് അബൌട്ട് അവർ ചേർച്ച്, അവർ ജനറേഷൻ ആൻഡ് ദ കമ്മിങ് ജനറേഷൻ. അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ എനിക്കൊന്ന് കുറച്ചുകൂടെ ആൾക്കാരുടെ പാർട്ടിസിപ്പേഷനകത്ത് വരും. ബൈ ഗോഡ്സ് ഗ്രേസ് വി ആർ ഗെറ്റിംഗ് ഗുഡ് നമ്പർ, ബട്ട് സം ഓഫ് ദ പാരിഷസ് ആർ നോട്ട് ദാറ്റ് ഗോയിങ് ഗുഡ്. ബട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള എൻ്റെ വിശ്വാസം. പക്ഷേ നിങ്ങൾ തന്നെ പറയാം, മാർത്തോമ സമാജം മെമ്പേഴ്സ് ആർ ഹിയർ, യു ക്യാൻ സജസ്റ്റ്, ഓക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണോ കുറച്ചുകൂടെ പാർട്ടിസിപ്പേഷൻ കിട്ടും, അതൊന്ന് പറയാമോ? അത് പറയാമെങ്കിൽ അങ്ങനെയൊക്കെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളാ ഫീഡ്ബാക്ക് തരണ്ടേ. യു ക്യാൻ ഇപ്പം പബ്ലിക്കലി പറയാനൊക്കെ ജസ്റ്റ് സെൻഡ് ഇമെയിൽ ടു or message to എബിയച്ചൻ, ഷോണച്ചൻ, ഫലിപ്പച്ചൻ, നമ്മുടെ പി സി ജോറച്ചൻ ഓർ ചെറിയച്ചൻ, എനിവേർ ഓർ ദ ലീഡേഴ്സ്, ഷീന ഓർ ലിനി കൊച്ചമ്മ ഓർ ചെമ്മാശൻ. നിങ്ങൾ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ കൺസേൺ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചൊരു പാർട്ടിസിപ്പേഷൻ കിട്ടും. നിങ്ങളുടെ ഒപ്പീനിയൻ ഡെഫിനറ്റ്ലി. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ ടീം വർക്ക്. നമ്മൾ ഒന്നിച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. അല്ലാതെ ആരുടെ ഒരു ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ അതിൽ നിന്ന് ഒരാളെ എടുക്കുന്നു മാത്രമേ ഉള്ളൂ. Leadership, we are all leaders. At the same, we are all the members and the servants each other, serving each other. Okay, നിങ്ങൾ തന്നെ പറയുക കേട്ടോ. Sure, Tirumeni. So the next question,
How can we better support our young women so they progress through Sunday school, MGOsism, focus, MMES at the appropriate stages, rather than staying in one group longer than intended? ഉം. ഉം. അത് ഗ്രാജുവലി ഒരു പ്രോഗ്രസ് ഉണ്ടാവേണ്ട ഒരു വിഷയമാണ്. അതെങ്ങനെ നമ്മളൊന്ന് റീഡ് ചെയ്യാം? അതെന്താ പറയണ്ടേ? അതൊരു ഗ്രാജുവൽ പ്രോസസ്സ് അല്ലേ അത്? അങ്ങനെ എന്താ നമ്മൾ ചെയ്യണ്ടേ? ചോദിച്ച ആൾ എന്താ അത് മീൻ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരുന്നു. Sunday school to MGCism, MGCism to focus to MMBS, and the appropriate at the appropriate stages rather than staying in one group. ഇപ്പം ഫോക്കസിലുള്ള ആൾ സൺഡേ സ്കൂളിൽ ഇരിക്കുന്നുണ്ടെന്നാണോ, അതോ ഫോക്കസിലുള്ള ആൾ സൺഡേ സ്കൂളിലെ MMBS ഇരിക്കേണ്ട ആൾ സൺഡേ സ്കൂളിൽ ഇരിക്കുന്നു, അങ്ങനെ വല്ല അർത്ഥം എന്നാ? വാട്ട്സ് ഐ മീൻ? ആ സ്റ്റേജിലല്ലേ പോകുന്നേ. Some of the Sunday school teachers are maybe members of MMBS, or they are the Sunday school teachers are members of Focus or MGCism. അതാണ് മീൻ ചെയ്യുന്നത്. അത് എനിക്ക് മനസ്സിലായില്ല. ഷോണച്ചൻ, Any comments? The question, Aicha? I mean, I think Thirini mainly it's the similar to the previous question, Thirini, is the a lot of our young women, they say, they don't, for whatever reason, they're hesitant to come to MMBS. So yeah, so they, most of them, they'll go to focus in the കാര്യങ്ങൾ കൂടും. But then when you tell them MMBS, go with the MMBS or join the women's group, I don't know, Ramadi, right? For whatever reason. So then I think that's mainly the intention of this question, mostly how to get these younger women involved in the MMBS. Yeah, that's I think Northeast American Diocese, they have a grow and a good young woman program there. So because the age gap is the main focus. Actually, നമ്മുടെ ഡയസിസ് തന്നെ ചർച്ചിൽ തന്നെ സൺഡേ സ്കൂൾ, MGCism, ഫോക്കസ്, MMBS, OCYM, Dionysius Fellowship, St. Joseph Fellowship, Seniors Forum. Because ഈ സംടൈംസ് നമ്മൾ സീനിയർ ആയിക്കഴിഞ്ഞാൽ സീനിയർ ഗ്രൂപ്പിൻ്റെ കൂടെ നമുക്ക് പോകാൻ കൂടെ താല്പര്യപ്പെടത്തില്ല, ബിക്കോസ് ഐ എം നോട്ട് സീനിയർ. ദെൻ യങ്ങർ ഗ്രൂപ്പിനൂടെ പോകാൻ ഐ എം നോട്ട് ജൂനിയർ. സോ ഇതൊരു സൈക്കോളജിക്കൽ വിഷയമാണ് നമ്മളൊരു ഫേസിങ്. പക്ഷേ കുറച്ച് പേർക്ക് നമ്മൾ ഈ പ്രായമുള്ളവർ ഇരിക്കുന്നിടത്ത്, നമ്മൾ പള്ളി വന്നാൽ ഓണസ്റ്റ്ലി ആൻറ്റിമാർക്ക് അറിയാമല്ലോ, അവർ ഫുഡ് കഴിക്കുന്ന പിള്ളേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അടുത്ത ആഴ്ചയിൽ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ അവരൊരു ഗ്രൂപ്പായിട്ട്, അവരുടെ ഒരു ഗ്രൂപ്പായിട്ട് ഇരിക്കത്തുള്ളൂ. ആൻഡ് ഫോക്കസ്, ഇനി കേരളത്തിൽ നിന്ന് വന്നവരും കേരളത്തിൽ നിന്ന് വരാതെ ഇവിടെ വളർന്നവരും തമ്മിൽ അത് രണ്ട് ഗ്രൂപ്പായിട്ടേ ഇരിക്കത്തുള്ളൂ. ദിസ് ഇസ് എ റിയാലിറ്റി. ബട്ട് അറ്റ് ദ സെയിം ടൈം യങ്സ്റ്റേഴ്സ്, യങ് ലേഡീസ്, ഡെഫിനറ്റ്ലി ദേ ഹാവ് ടു ഗോ ടു ദി MGCism and മർത്തോറിസം, ദേ ഹാവ് ടു പാർട്ടിസിപ്പേറ്റ് ദേർ. പക്ഷെ അവർക്കൂടെ റോള് നമ്മൾ ഒന്ന് ഇൻവോൾവ്മെൻറ്റ് കൊടുക്കുക, അവരെ ഒന്ന് കൊണ്ടുവന്ന് അവർക്കൂടെ റോള് കൊടുക്കുക. എനിക്കൊന്ന് ചില പള്ളികളിൽ യങ്സ്റ്റേഴ്സ്, യങ് ലേഡീസാണ് മർത്തോറിസമായതിൻ്റെ ലീഡർഷിപ്പ് കൊടുക്കുന്നത്. ചില പള്ളികൾ സീനിയേഴ്സുമാണ്. അത് നിങ്ങൾ ഓരോ പള്ളികളിൽ അതിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അവരെയും കൂടെ ഒന്നിനകത്ത് കൊണ്ടുവരിക എന്നുള്ളതേ ഉള്ളൂ നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതിനൊക്കെ ഒരു തിയറിയോ ഒന്നും നമുക്ക് ചെയ്യാനൊക്കത്തില്ല. ട്രൈ യുവർ ബെസ്റ്റ് ടു ബ്രിങ് ദം ടു ദിസ് മാർത്തോമറി സമാജം ഗ്രൂപ്പ് ഓർ എനി അതർ സ്പിരിച്വൽ ഓർഗനൈസേഷൻ. നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതേ ഉള്ളൂ. അല്ല, നമുക്ക് അവർക്കൊരു റോൾ ഉണ്ടെന്നൊരു ഫീലിംഗ് അവർ കൊടുക്കണം. അപ്പോൾ അവർ വരും, ഇല്ലേ? നമ്മൾ നോക്കിയാട്ടെ, ഒന്ന് പ്രാക്ടീസ് നോക്കിയാട്ടെ. പിന്നെ ഇതൊക്കെ എപ്പോഴും ഒരു ചലഞ്ചസ് ആണേ, ലൈഫ് ലോങ് അത് കാണും. ഡോണ്ട് വറി, നമ്മൾ കാര്യങ്ങൾ മൂവ് ചെയ്യും. മാക്സിമം സപ്പോർട്ട് കിട്ടാൻ നോക്കുക. നമ്മുടെ ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരൊന്നും ഒരുപോലെ ഒന്നും അല്ലെന്നേ. ഡിഫറൻസസ് ദേർ. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഒത്തിരി ബോധറാകാതിരിക്കുക. ട്രൈ യുവർ ബെസ്റ്റ് ടു ബ്രിങ് ബോട്ട് പീപ്പിൾ ടു ഓൾ ദീസ് സ്പിരിച്വൽ ഓർഗനൈസേഷൻ. സൺഡേ സ്കൂളിൽ പോരുവാണെങ്കിലും ഐ വാസ് ലിറ്റിൽ ബിറ്റ് കൺസേൺഡ്. 3 months back I was going to a church, and Sunday school classes is before Holy Kurbana, and immediately after the Holy Kurbana the parents are bringing their children back to their home. They don't want to attend the Holy Kurbana. അങ്ങനെ ഉള്ള ഇപ്പം ഇവൻ മത്രപോലത്തെ നമ്മളവിടെ, ഞാനിവിടെ അവിടെ ഉണ്ട്, എന്നിട്ട് പോലും ആ കുർബാനയ്ക്ക് സംബന്ധിക്കാൻ തിരിച്ചു പോയ ആളുകളെ നമ്മൾ കണ്ടു. എന്താ അവർ പഠിപ്പിക്കുന്നത്? തിയറി പഠിച്ചാൽ മതിയോ?
നോ ഹോളി കുർബാന അത് പഠിക്കുകയല്ല, അതൊന്ന് ശരിക്കും എക്സ്പീരിയൻസ് ആകാൻ വേണ്ടിയുള്ള ചെറിയൊരു ഇൻഫർമേഷൻ കൊടുക്കുന്ന ആ സൺഡേ സ്കൂൾ. അതിനുശേഷം ഹോളി കുർബാനയുടെ റിയൽ എക്സ്പീരിയൻസ് വരേണ്ട. പക്ഷെ അതിനകത്ത് അറ്റൻഡ് ചെയ്യാത്ത ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ. പ്രേ ഫോർ ദം എവരിതിങ് ഇറ്റ്സ് ഓക്കെ, അത് ശരിയായി വരും കേട്ടോ. നമ്മളെ കൂടെ നിങ്ങളൊന്ന് എൻകറേജ് ചെയ്യുക. ലീഡർഷിപ്പ് റോളിലുള്ള നമുക്കെല്ലാം ലീഡർഷിപ്പ് റോളുണ്ട്. ട്രൈ യുവർ ബെസ്റ്റ് ടു ബ്രിങ് ദം ടു all these spiritual organization. Thank you. Yeah, thank you, Tirumeni. So the last question of this section, what is the difference between Jesus' command to love your neighbor as yourself and love one another as I have loved you? The difference. Love your neighbor as you love, as Yeah. yourself. As yourself and love one another as I have loved you. ഇതെല്ലാം സെയിം അല്ലേ? എൻ്റെ തന്നെ ഡിഫറൻസാ. നിങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവരെ നിങ്ങൾ സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ. ഒന്ന്, ഐ ആം ഹിയർ, ദാറ്റ് ഇസ് ജീസസ്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് സെക്കൻഡ് പേഴ്സൺ. ദ സെക്കൻഡ് പേഴ്സൺ ഈസ് നെയ്ബർ ഓർ അനദർ പേഴ്സൺ, വാട്ട് എവർ സെക്കൻഡ് പേഴ്സൺ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അവരെ സ്നേഹിക്കണം. അത് നെയ്ബർ, ടു കോണ്ടസ്റ്റ്, ടു സർക്കംസ്റ്റൻസസ് ജീസസ് സെഡ് ദാറ്റ് ലവ് യുവർ നെയ്ബർ ആസ് യുവർ സെൽഫ്. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അത് ഞാൻ നിന്നെ സ്നേഹിച്ച പോലെ സ്നേഹിക്കണം. 3 ഇത് വരുന്നുണ്ട്. ഒന്ന്, ഞാനിവിടെ ഉണ്ട്, ജീസസ് ക്രൈസ്റ്റ്, ആൻഡ് യു ആർ ലവിങ്, നീ നിന്നെ തന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം, മറ്റൊരുത്തനെ സ്നേഹിക്കണം. അതിനകത്ത് വേറൊരു മീനിങ് ഉണ്ടോ അച്ഛന്മാരെ? ഇനി ഏതൊരു മീനിങ്? I don't know. യേശു സ്നേഹിച്ച പോലെ സ്നേഹിക്കുക. നെയ്ബർ ആണെങ്കിലും അനദർ പേഴ്സൺ ആണെങ്കിലും സെയിം, മേ ബി ഡിഫറെൻറ്റ് കോണ്ടസ്റ്റിൽ പറഞ്ഞതായിരിക്കാം. അപ്പം ഒരു കോണ്ടസ്റ്റിൽ പറഞ്ഞു നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം, മറ്റൊരു കോണ്ടസ്റ്റിൽ പറഞ്ഞു നിന്നെപ്പോലെ തന്നെ മറ്റൊരുത്തരെ നീ സ്നേഹിക്കണം. അത് 2 കോണ്ടസ്റ്റിൽ 2 സർക്കംസ്റ്റൻസസ് എന്നതേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വലിയ മീനിങ് ഒന്നും ഡിഫറൻസസ് ഒന്നും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് സ്നേഹിക്കുക. നമുക്ക് ആസ് എ ഹ്യൂമൻ നമുക്ക് സാധിക്കുമോ? യേശു സ്നേഹിച്ച പോലെ ഹി സാക്രിഫൈസ് ഹിംസെൽഫ്, അല്ലേ? സ്വന്തം ജീവിതം കൊടുത്ത് നമ്മളെ സ്നേഹിച്ചതുപോലെയുള്ള സ്നേഹം നമുക്ക് സാധിക്കുമോ എന്നുള്ളത് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് അവർ സെൽഫ്. മതിയോ? അത് മതിയാകുമോ? ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടോ? Yeah, thank you, Tirumeni. End of this section. Thank you, Tirumeni. Thank you, Achan. Thank you, Tirumeni. Next is we are almost to the end of our meeting for today. And now I welcome Binsi Shiny from St. Gregorius Church to give the vote of thanks. പ്രിയക ദൈവത്തിന് സ്തുതി. എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ്. ദൈവകൃപയാൽ 4th ഡിട്രോയിറ്റ് റീജിയണൽ MMVS മീറ്റിംഗ് നടത്തുവാൻ സാധിച്ചതിൽ ഒന്നാമതായി ദൈവത്തെ സ്തുതിക്കുന്നു. തിരക്കിനിടയിലും ഈ മീറ്റിംഗിൽ പങ്കെടുത്ത് നമുക്ക് സന്ദേശം നൽകിയ ഇവാനിയസ് തിരുമേനിയുള്ള നന്ദി പ്രത്യേകം പറയുന്നു. വി ആർ ദ ലിവിംഗ് ലെറ്റേഴ്സ് ഓഫ് ഗോഡ് എന്ന വചനത്തെ പറ്റി ഡീറ്റെയിൽഡ് ആയി നമുക്ക് വചനം പ്രഘോഷിച്ച ഫാദർ എബി അച്ഛനോടുള്ള നന്ദിയും പ്രത്യേകം പറയുന്നു. ഈ മീറ്റിൽ പങ്കെടുത്ത ഫിലിപ്പച്ചൻ, ഫാദർ PC ജോർജ് അച്ഛൻ, ഷോൺ അച്ഛൻ, ജോൺ ശങ്കരത്തി ഷമ്മാശൻ എന്നിവരോടുള്ള നന്ദി പറയുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാ കൊച്ചമ്മമാരോടുള്ള നന്ദി പറയുന്നു. ഡയസിസ് ജനറൽ സെക്രട്ടറി ഷിനി കുര്യനോടുള്ള നന്ദിയും പറയുന്നു. ഈ മീറ്റിംഗ് വിജയകരമായി വിജയകരമായി പ്രയത്നിച്ച എല്ലാവരോടും, പ്രത്യേകിച്ച് ഫാദർ ഷോൺ തോമസ്, റീജിയണൽ സെക്രട്ടറി ലിനി കൊച്ചമ്മ, 3 ഇടവകയിലെ MMVS സെക്രട്ടറിമാർ, ജോയിന്റ് സെക്രട്ടറി എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ MMVS അംഗങ്ങളോടുള്ള നന്ദി പറയുന്നു. എല്ലാത്തിനും ഉപരിയായി സർവശക്തനായ ദൈവത്തിന് നന്ദി സ്തോത്രം സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു എവരിവൺ. Vote of thanks പറഞ്ഞാലും I see a hand raised for a Zoom user. Is there anything from that person? Any comments or anything to be added? Or it looks like it is accidental. So it's Dara Zoom user.
അറിയത്തില്ല തിരുമേനി. ആക്സിഡന്റലി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ. നമ്മൾക്ക് ഫൈനൽ ക്ലോസിംഗ് പ്രയർ ആൻഡ് ബെനഡിക്ഷൻ. ഓക്കെ. എല്ലാവരോടും ഒത്തിരി താങ്ക് യു, ഒത്തിരി നന്ദി, ഒത്തിരി സ്നേഹം, പ്രാർത്ഥന. ഒക്ടോബർ 8 to 10 നേരത്തെ തന്നെ എല്ലാവരും റെഡിയല്ലേ? അവധിയൊക്കെ എടുത്തില്ലേ? നേരത്തെ ബ്ലോക്ക് ചെയ്തേക്കണം, ഡേറ്റ് ഒക്കെ ബ്ലോക്ക് ചെയ്തേക്കണം കേട്ടോ. ഒരു 2 ഓവർ ടൈം ഒക്കെ ചെയ്ത് ഒരു ടിക്കറ്റ് ഒക്കെ നേരത്തെ ബുക്ക് ചെയ്തേക്കണം, മറന്നു പോകല്ലേ. പ്രാർത്ഥിക്കണം എല്ലാ അനുഗ്രഹമായിട്ട് നടക്കാൻ. എബിഎച്ചിനും ഷിനായും ഷിനിയും അവരെല്ലാം അപ്ഡേറ്റ് പറയും. റീജിയണൽ സെക്രട്ടറീസിൻ്റെ എല്ലാ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരും. നിങ്ങളെല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ലോസ് ആഞ്ചലസ് അയച്ചിട്ട് ദൂരെയാന്ന് പറഞ്ഞു. നോ, നമുക്ക് അവിടെ മൊണാസ്ട്രി ഒക്കെ ഉണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോകണം, നമ്മുടെ മൊണാസ്ട്രി ഒക്കെ ഒന്ന് പോയി കാണണം. നമുക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ ലീഡേഴ്സ് കുഞ്ഞുങ്ങളോടൊക്കെ പറയണം, മൊണാസ്ട്രി ജോയിൻ ചെയ്യാൻ പറയണം. നമുക്കൊരു കോൺവെൻറ്റോട് തുടങ്ങുന്നുണ്ട്, നിങ്ങൾ കുഞ്ഞുങ്ങളോട് പറയണം കോൺവെൻറ്റിൽ ചേരണം എന്ന് പറയണം കേട്ടോ. അത് മറന്നു പോകല്ലേ. അയ്യോ മോനെ ഇത് മൊണാസ്ട്രി ഒന്നും പോകണ്ട, കോൺവെൻറ്റിലൊന്നും പോകണ്ട ഒന്നും പറയല്ലേ. പ്രാർത്ഥനയോടെ തന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിന് കൊടുക്കണം. അതുകൊണ്ട് മൊണാസ്ട്രിയിലൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നേരത്തെ പറയണം. ലോസ് ആഞ്ചലസ് നല്ല സ്ഥലമാണ്, എല്ലാവർക്കും ഒന്ന് കാണാൻ നല്ല സ്ഥലമാണ്. എല്ലാം റെഡി ആയിരിക്കണേ. ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷം, നിങ്ങൾ ഈ ഇത്രയും തിരക്കിനിടയ്ക്കും ഇത്രയും നേരം അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ എല്ലാവരോടും സന്തോഷം. അച്ഛന്മാരോട് പ്രത്യേക സന്തോഷം. നമുക്ക് വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞ ഞങ്ങളോട് പ്രത്യേക നന്ദി. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവർക്കും ഓൺ ബിഹാഫ് ഓൾ ഓഫ് എസ് താങ്ക് യു. പിന്നെ താങ്ക് യു തിരുമേനി. അച്ഛന്മാരോടും തമാശനോടും കൊച്ചമ്മമാരോടും റീജിയണൽ കോർഡിനേറ്റേഴ്സ് എല്ലാവരോടും ഓക്കെ. സന്തോഷം. എല്ലാവരും ഡിന്നർ കഴിച്ചായിരുന്നോ? അതിന് ശേഷം നമുക്ക് ഡിന്നറിന് അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്, നമുക്ക് എല്ലാവരും കഴിച്ചിട്ടൊക്കെ പോകാം. എല്ലാവരും കഴിക്കണം കേട്ടോ. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷം, വീണ്ടും കാണാം. എൻ്റെ അമ്മ വളരെ സീരിയസ് ആയിട്ട് പ്രയാസമായിട്ട് കഴിയുകയാണ്. അമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ICUവിലായിരുന്നു. ഞങ്ങളിപ്പം ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് ഞങ്ങളിപ്പം ഇതൊരു പ്രയാസഘട്ടത്തിലായതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്പെഷ്യൽ റൂമിലോട്ട് അമ്മയെ മാറ്റി. അമ്മയുടെ കൂടെ എൻ്റെ 5 സിബ്ലിങ്സും ഉണ്ട്, അവരങ്ങനെ കാത്തുകൊണ്ടിരിക്കുന്നു. ഞാനിവിടെയാണ്. പ്രേ ഫോർ അമ്മ. ഹെർ നെയിം ഈസ് അന്നമ്മ ചാക്കോ. ഓക്കെ, പ്രാർത്ഥിക്കാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ളതിൻ്റെ ഒരു നാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര ഞങ്ങളുടെ സ്ലീപായാൽ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാസുല കുടിയിരിപ്പിൻ്റെ ഭവനങ്ങളാ ഞങ്ങളെ ശ്രമിക്കണമേ. ദൈവമായ കർത്താവേ, നേരമക്കലും എല്ലാ സമയത്തും നിന്റെ ദൈവത്തിൻ്റെ കൃപയുടെ ചെറിയ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ദൈവകർത്താവേ ഞങ്ങളെല്ലാവരുടെ കൂടെയും പ്രത്യേകാൽ മർത്തുറി സമാജത്തിന് എല്ലാ പ്രവർത്തനത്തോടും ഇതിനുവേണ്ടി അല്പമാദ്യം അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവരോടുകൂടി വന്നിര വൈദിക ശ്രേഷ്ഠരോടും ശമാശനോടും ഇതിൽ പങ്കാളികളാകുന്നില്ല പ്രിയപ്പെട്ടവരോടും ഇതിൽ പങ്കാളികളാവേണ്ടല്ല പ്രിയപ്പെട്ടവരോടുകൂടി ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളോടുകൂടിയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. Thank you and good night. Thank you everyone so much. Have a good evening.